ഗവൺമെൻറ് ITI മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ബിനി, ഗവൺമെൻറ് ITI മലമ്പുഴയിലെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് ട്രേഡിൽ ഇൻസ്ട്രക്ടറാണ്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ വിവിധ ട്രേഡുകളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തയ്യാറാക്കുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് ട്രേഡിൽ സെക്കൻഡ് സെമസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിഷ്വൽ ബേസിക് ഫോർ അപ്ലിക്കേഷൻ എന്ന ഭാഗത്തെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന ഭാഗമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഡിസ്ക്രൈബ് ദി ഫോർ ലൂപ്സ് ഇൻ VBA, ഡിസ്ക്രൈബ് ദി ഡു ലൂപ്സ് ഇൻ VBA, എക്സ്പ്ലെയിൻ ദ യൂസ് ഓഫ് ദി എക്സിറ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻ VBA ലൂപ്പ്. ഇത്രയും ഭാഗങ്ങളാണ് ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻട്രൊഡക്ഷൻ. There may be many situations where you need to perform a task repeatedly a certain number of times. ചില സമയത്ത് നമുക്ക് ഒരു കാര്യം തന്നെ ഒരുപാട് പ്രാവശ്യം ചെയ്യേണ്ടി വരും. ഇപ്പം ക്ലാസ്സിലെ കുട്ടികളുടെ ഒരു എക്സാം കഴിഞ്ഞിട്ട് കുറച്ച് ആവറേജ് മാർക്ക് കണ്ടുപിടിക്കണം. 3-4 സബ്ജക്റ്റിലെടുത്ത എക്സാമിൻ്റെ ആവറേജ് മാർക്ക്. അപ്പോൾ ഒരു കുട്ടിയുടെ മാർക്ക് എടുക്കുന്നു, 3 സബ്ജക്റ്റിലെയും കൂടെ ആഡ് ചെയ്യുന്നു, 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ആവറേജ് കണ്ടുപിടിച്ചു. ഈ സ്റ്റെപ്പ് ക്ലാസ്സിൽ 100 കുട്ടികളുണ്ടെങ്കിൽ 100 പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. In such cases, the code for the task is placed inside a loop and the program iterates or repeats through the loop a certain number of times. ഇങ്ങനത്തെ സമയത്ത് നമ്മൾ ആ ആവറേജ് കാണുന്ന കോഡ് എഴുതി കഴിഞ്ഞിട്ട് അതൊരു ലൂപ്പിനകത്ത് എഴുതും ആ പ്രോഗ്രാം. എന്നിട്ട് അത് എത്ര പ്രാവശ്യം, 100 കുട്ടികളുണ്ടെങ്കിൽ 100 പ്രാവശ്യം, എത്ര പ്രാവശ്യം വേണോ അത്രയും പ്രാവശ്യം നമുക്ക് ആ സ്റ്റെപ്പ്, ആ കോഡ്, ആ പ്രോഗ്രാം കോഡ് റിപ്പീറ്റ് ചെയ്യാനുള്ള ലൂപ്പിൽ എഴുതാം, എത്ര പ്രാവശ്യം ചെയ്യണം എന്നുള്ളത്. ടിൽ എ സർട്ടൻ കണ്ടീഷൻ ഈസ് മെറ്റ്. ഏതെങ്കിലും ഒരു കണ്ടീഷൻ പറയാം. ഇപ്പം നമ്പർ ഓഫ് ടൈംസ് ഇത്രയാണെങ്കിൽ ആ നമ്പർ അത്ര ആയോ ഒന്ന് കൗണ്ട് ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ എൻ്റർ ചെയ്യുമ്പോൾ ആ വാല്യൂ അനുസരിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യിക്കാം. അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചെയ്യാം. Some examples of such repetitive tasks are printing a text or number number of times. അതായത് ഒരു ടെക്സ്റ്റ് ഇപ്പം എ എന്നുള്ളത് തന്നെ 10 പ്രാവശ്യം പ്രിൻ്റ് ചെയ്യണം. അതല്ലെങ്കിൽ നമ്പറുകൾ 1 2 3 4 അങ്ങനെ പ്രിൻ്റ് ചെയ്യണം 10 ടൈംസ്. അങ്ങനത്തെ ജനറേറ്റ് എ സീക്വൻസ് ഓർ സീരീസ് ഓഫ് നമ്പേഴ്സ്. സീക്വൻസ് 1 2 3 അങ്ങനെ, അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സിൻ്റെ 2 4 6 8 അങ്ങനെ ഒരു സീരീസ്, അല്ലെങ്കിൽ 10 20 30 അങ്ങനെ ഒരു സീക്വൻസ് ഓഫ് സീരീസ് നമുക്ക് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ലൂപ്പ് യൂസ് ചെയ്യാം. ജനറേറ്റിംഗ് എ ടേബിൾ ഓഫ് സർട്ടൻ കാൽക്കുലേഷൻസ്. ഇപ്പോൾ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ പോലെ 5ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, അങ്ങനെ ഒരു കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്തിട്ട് അങ്ങനെ ഒരു ടേബിൾ ജനറേറ്റ് ചെയ്യാൻ. സെർച്ചിങ് ഓർ റീ അറേഞ്ചിങ് എ സെറ്റ് ഓഫ് നമ്പേഴ്സ്. സെർച്ചിങ്, ഇപ്പം നമുക്കൊരു കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ എൻ്റർ ചെയ്തു, ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് വേണം. അപ്പോൾ അത് 100 കുട്ടികളുടെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഇത് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കണം. ഓരോ കുട്ടിയുടെയും ഡീറ്റെയിൽ എടുത്തിട്ട് ആ കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ ആണോ നമ്മൾ എൻ്റർ ചെയ്തത്, അങ്ങനെ സെർച്ച് ചെയ്യണം. അല്ലെങ്കിൽ റീ അറേഞ്ച് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസെൻഡിങ് ഓർഡറിലോ ഇപ്പോൾ മാർക്കിൻ്റെ ഓർഡറിലൊക്കെ അറേഞ്ച് ചെയ്യണമെങ്കിലും ഒരേ സ്റ്റെപ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ചെയ്യേണ്ടി വരും. ഫസ്റ്റ് ഏറ്റവും കൂടുതൽ മാർക്കുള്ള കുട്ടീനെ എടുത്തു, ടോപ്പിൽ വെച്ചു, പിന്നെ അടുത്ത, അങ്ങനെ സെർച്ച് ചെയ്ത് ഒരുപാട് ഒരേ സ്റ്റെപ്പ് തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും റീ അറേഞ്ച് ചെയ്യാനൊക്കെ. അവിടെയൊക്കെ നമുക്ക് ലൂപ്പ് യൂസ് ചെയ്യാം. The VBA provides the following types of loops to handle looping requirements. VBAയിൽ ഈ ലൂപ്പിംഗ് റിക്വയർമെൻറ്റ്സ്, റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്ന സ്റ്റെപ്സുകൾ നമ്മൾ ലൂപ്പിൽ ചെയ്യാമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ആ ലൂപ്പുകൾ VBAയിൽ എത്ര തരം ലൂപ്പ് ഉണ്ടെന്ന് നോക്കാം. ഫോർ ലൂപ്പ്, ഡു അൺടിൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്. ഇനി ഓരോ ലൂപ്പും നമുക്ക് നോക്കാം. ദി ഫോർ ലൂപ്പ്. ദ ഫോർ നെക്സ്റ്റ് ലൂപ്പ് സെറ്റ് എ വേരിയബിൾ to a specified set of values and for each value runs the VBA code inside the loop. Example, for n is equal to 1 to 10 debug print n next n. നമുക്ക് 1 to 10 പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ ഒരു വേരിയബിളിലെ വാല്യൂ ആദ്യം ഇനീഷ്യൽ വാല്യൂ സെറ്റ് ചെയ്യണം. n is equal to 1 കൊടുത്തു. അത് കഴിഞ്ഞിട്ട്
ഈ ലൂപ്പ് ഇതിനകത്ത് എന്താണോ കോഡ് ചെയ്തിരിക്കുന്നത് അത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ ഡീബഗ് ഡോട്ട് പ്രിൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ വാല്യൂ എന്നിൻ്റെ വാല്യൂ ഫസ്റ്റ് 1 അല്ല, 1 പ്രിൻ്റ് ചെയ്യും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ലൂപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് പോകും. In this example, the initial value of n is set to 1. The loop code is performed. ആദ്യം ഇനീഷ്യൽ വാല്യൂ എന്നിന് 1 സെറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ലൂപ്പ് കോഡ്, ഇതിന് ലൂപ്പ് കോഡ് എന്തെങ്കിലുമുള്ള ഡീബഗ് ഡോട്ട് പ്രിൻറ്റ് അത് പെർഫോം ചെയ്യാന്ന് വെച്ചാൽ എന്നിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യും, 1 പ്രിൻറ്റ് ചെയ്യും. ദി വാല്യൂ ഓഫ് n ഈസ് സെറ്റ് ടു ദി നെക്സ്റ്റ് വാല്യൂ which is by default an increment of 1. അത് കഴിഞ്ഞ് എന്നിൻ്റെ നെക്സ്റ്റ് വാല്യൂ നമ്മളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഡീഫോൾട്ടായിട്ട് 1 വെച്ചിട്ട് ഇൻക്രിമെൻ്റ് ചെയ്യും. ഇപ്പോൾ 1 ആയിരുന്നത് 2 ആയി മാറും എന്നിൻ്റെ. പിന്നെ നെക്സ്റ്റ് ടൈം 3 ആവും, 4 ആവും, അങ്ങനെ അപ് ടു 10 എത്തുന്ന വരെ എന്നിൻ്റെ വാല്യൂ 10 ആവുന്നത് വരെ ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും, 10 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യും. Thus, this loop is executed 10 times and would print the number 1 to 10. For the same code will print the number 10 to 1 if the step is changed to the negative value as shown in below. ഇവിടെ 10 to 1 പ്രിൻ്റ് ചെയ്യാനുള്ള കോഡാണ്. അപ്പോൾ ഇനീഷ്യൽ വാല്യൂ 10, അത് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് -1 എന്ന് പറയുമ്പോൾ 1 വെച്ച് കുറയും. 10 നിന്ന് കുറയുമ്പോൾ 9 ആവും, 8 ആവും, അങ്ങനെ അപ് ടു 1 വരെ പ്രിൻ്റ് ചെയ്യും. ഈ സ്റ്റെപ്പ് എന്നുള്ളത് നമ്മൾ കൊടുത്തില്ലെങ്കിൽ 1 വെച്ച് പോസിറ്റീവ് 1 വെച്ച് ഇൻക്രിമെൻ്റ് ചെയ്യും. നമുക്ക് സ്റ്റെപ്പ് 2 കൊടുക്കാം. അപ്പോൾ 1 2 സ്റ്റെപ്പ് 2 വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ 1 ആദ്യം പ്രിൻ്റ് ചെയ്യും. പിന്നെ സ്റ്റെപ്പ് 2 ആണെങ്കിൽ 1 + 2 3 പ്രിൻ്റ് ചെയ്യും, പിന്നെ 5 പ്രിൻ്റ് ചെയ്യും, 7 9 11 പ്രിൻ്റ് ചെയ്യില്ല, അപ് ടു 10 വരെ പറഞ്ഞതല്ലേ. ഇനി നമുക്കൊരു ഫോർ ലൂപ്പ് എങ്ങനെയാണ് പ്രോഗ്രാമിൽ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതൊരു ഫോർ ലൂപ്പ്, ഒരു n ആസ് ഇൻറ്റിജർ n, അതിന് എന്നിൻ്റെ വാല്യൂ 1 തുടങ്ങിയിട്ട് 10 വരെ, സ്റ്റെപ്പ് നമ്മൾ 2 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 1 2 എന്നിൻ്റെ വാല്യൂ ആദ്യം 1 ആയിരിക്കും, പിന്നെ +2 ആഡ് ചെയ്യുമ്പോൾ 3 ആവും, 5 7 അങ്ങനെയാണ് പ്രിൻ്റ് ചെയ്ത് വരേണ്ടത്. റൺ ചെയ്ത് നോക്കാം. അപ്പോൾ 1 3 5 7 9 ഡീബഗ് വിൻഡോയിലേക്ക് പ്രിൻ്റ് ചെയ്ത് വന്നു. ഇനി ഈ പ്രോഗ്രാം ഇതിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ F8 എന്നുള്ള കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അപ്പം n എന്നുള്ള വേരിയബിൾ അതിൽ ആദ്യം ഫസ്റ്റ് നമ്മൾ 1 എന്നുള്ള വാല്യൂ സെറ്റ് ചെയ്തു. ആ വാല്യൂ നമുക്ക് ഈ വേരിയബിളിൻ്റെ അടുത്ത് പോയിന്റിനെ കൊണ്ടുവച്ചാൽ കാണിക്കും. ഡീബഗ് ഡോട്ട് പ്രിൻ്റ് എന്ന് പറയുമ്പോൾ ആ ഡീബഗ് ഇമീഡിയറ്റ് വിൻഡോയിലേക്ക് ആ വാല്യൂ പ്രിൻ്റ് ചെയ്തു, 1 എന്നുള്ള വാല്യൂ പ്രിൻ്റ് ചെയ്തു. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നെക്സ്റ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. അതിൻ്റെ നെക്സ്റ്റ് വാല്യൂ സ്റ്റെപ്പ് 2 ആയതുകൊണ്ട് എന്നിന് ഇപ്പോൾ ഉണ്ടായിരുന്ന 1 എന്നുള്ള വാല്യൂ കൂടെ 2 ആഡ് ചെയ്തിട്ട് 3 എന്നുള്ള വാല്യൂ എന്നിലേക്ക് വന്നു. അപ്പം 3 എന്നുള്ള വാല്യൂ പ്രിൻ്റ് ചെയ്തു. അത് കഴിഞ്ഞ് സ്റ്റെപ്പ് നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ വീണ്ടും എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റെപ്പ് ഇവിടെ 2 ആയതുകൊണ്ട് 2 വെച്ചിട്ട് ആഡ് ചെയ്ത് എന്നിന് വാല്യൂ 5 വന്നു. പിന്നെ 5 എന്നുള്ളത് പ്രിൻ്റ് ചെയ്യും. നെക്സ്റ്റ് 7. ഇനി ഇതാണ് ലൂപ്പ് എന്ന് പറയുന്നത്. സ്റ്റെപ്പ് എത്ര പ്രാവശ്യം ഈ ഇവിടെ എത്ര വാല്യൂ എന്നിൻ്റെ വാല്യൂ എത്രയാണോ അതുവരെ, എന്നിൻ്റെ വാല്യൂ 10 ആണ് പറഞ്ഞിരിക്കുന്നത്, അപ്പം 10 എത്തുന്ന വരെ ഈ ലൂപ്പ് വർക്ക് ചെയ്യും. ഇവിടെ 9 ആയി, ഇനി +2 ചെയ്യുമ്പോൾ 11 ആവും. അപ്പോൾ പിന്നെ 10-നേക്കാളും വലുതാവില്ല 11, അപ്പോൾ അത് ചെയ്യില്ല, എക്സിറ്റ് ചെയ്തു ലൂപ്പ്. ഇവിടെ നമ്മൾ സ്റ്റെപ്പ് ഒന്നും എഴുതിയിട്ടില്ല എന്ന് വിചാരിക്കാം. ഇത് ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട് ഇമ്മീഡിയറ്റ് വിൻഡോ മുന്നിലുള്ള റിസൾട്ട്. ഇവിടെ നമ്മൾ സ്റ്റെപ്പ് എന്നുള്ള വാല്യൂ കൊടുത്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും, ഡീഫോൾട്ടായിട്ട് എന്നിൻ്റെ വാല്യൂ 1 വെച്ച് ഇൻക്രിമെൻ്റ് ചെയ്യും. നോക്കിയാൽ 1 2 3 4 5 അപ് ടു 10 വരെ പ്രിൻ്റ് ചെയ്തു. ഇനി നമുക്കിവിടെ മൈനസ് സ്റ്റെപ്പിന് വേണമെങ്കിൽ മൈനസ് വാല്യൂ 10 to 1 പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 10 to 1 പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റെപ്പ് -1 കൊടുത്തു. അതായത് ആദ്യം ഇനീഷ്യൽ വാല്യൂ എന്നിൻ്റെ 10 ആയിരിക്കും, അത് കഴിഞ്ഞ് 10 നിന്ന് കുറയും, അപ്പം 9 ആവും, അങ്ങനെ പ്രിൻ്റ് ചെയ്യും.
വേണ്ട 10, 9, 8 അങ്ങനെ പ്രിൻ്റ് ചെയ്തു. നമുക്ക് ഓരോ വാല്യൂ എങ്ങനെയാണ് ചേഞ്ച് വരുന്നതെന്ന് അറിയണമെങ്കിൽ വേരിയബിൾസ് വാച്ച് ചെയ്യുക. ഇതിൽ F8 പ്രസ് ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എക്സിക്യൂഷൻ നോക്കാം. ഇപ്പം എന്നിൻ്റെ വാല്യൂ 10 ആണ്. ഇവിടെ സ്റ്റെപ്പ് -1 ആണ്. അതുകൊണ്ട് എന്നിൻ്റെ നെക്സ്റ്റ് n കണ്ടുപിടിക്കുമ്പോൾ എന്നിൻ്റെ വാല്യൂ -1 എന്ന് വെച്ചാൽ 10ൽ നിന്ന് ഒന്ന് കുറയുമ്പോൾ 9 ആയി, പിന്നെ 8 ആയി, 7 ആയി, അങ്ങനെ അപ് ടു 1 എത്തുക. എന്നിൻ്റെ വാല്യൂ 1 ആവുന്നത് വരെ ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പം ഫോർ ലൂപ്പ് എന്താണെന്ന് മനസ്സിലായിക്കോണം. പിന്നെ ജാവാസ്ക്രിപ്റ്റിൽ നിങ്ങൾ ലൂപ്പൊക്കെ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. അടുത്തത് for each loop. For loop തന്നെ for each loop ഉണ്ട്. The for each loop is similar to the for next loop, but instead of looping through a set of values for a variable, it loops through every object in a set of objects. For loopൽ എങ്ങനെയാണ് ഒരു വേരിയബിളിൻ്റെ വാല്യൂ, ഇപ്പം എന്ന് പറയുന്ന വേരിയബിൾ ആണെങ്കിൽ വാല്യൂ 1 to 10 നമുക്ക് വാല്യൂ ചെയ്യണമെന്ന് പറഞ്ഞാൽ 1 to 10 വേരിയബിളിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്തിട്ട് വർക്ക് ചെയ്യുക ലൂപ്പ്. ഫോർ ഈച്ച് ലൂപ്പിൽ ഓരോ ഒബ്ജക്റ്റും സെറ്റ് ഓഫ് ഒബ്ജക്റ്റിൽ ഓരോ ഒബ്ജക്റ്റും എത്ര ഒബ്ജക്റ്റ് ഉണ്ടോ അത്രയും പ്രാവശ്യം ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ഓരോ ഒബ്ജക്റ്റിൻ്റെയും വാല്യൂ എടുക്കും ഫോർ ഈച്ച്. എക്സാമ്പിളായിട്ട് ഇവിടെ ദ ഫോളോയിങ് എക്സാമ്പിൾ വുഡ് പ്രിന്റ് ദി നെയിം ഓഫ് ഓൾ വർക്ക് ഷീറ്റ്സ്. ഡിം WS വേരിയബിൾ കൊടുത്തു എന്നുള്ളൂ. വർക്ക് ഷീറ്റ് എന്നുള്ളതിൻ്റെ ഇതിൽ ഷോർട്ട് ചെയ്തിട്ട് WS as worksheet. For each WS in worksheets, debug.print ws.name. നെക്സ്റ്റ് വർക്ക്ഷീറ്റ്. നമ്മൾ ഫോർ n = പറയുന്ന പോലെ തന്നെ n എന്ന് പറഞ്ഞ വേരിയബിളിന് പകരം ഇവിടെ WS എന്ന് പറയുന്ന വേരിയബിൾ അതൊരു വർക്ക്ഷീറ്റാണ്. നമ്മൾ വർക്ക്ഷീറ്റ് എക്സെല്ലാണല്ലോ നമ്മളിത് ചെയ്യുന്നത്. എക്സെല്ല VBAയിൽ എക്സെല്ലിൽ നമുക്ക് കുറേ വർക്ക്ഷീറ്റ് ഉണ്ട്. ഇതിൽ നോക്കിയ വർക്ക്ഷീറ്റുകൾ ഷീറ്റ് 1 ഷീറ്റ് 2 എത്ര ഷീറ്റ് വേണം നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇതിൽ ഞാൻ ഒരു ഷീറ്റിൻ്റെ പേര് റിനെയിം ചെയ്ത് COPA എന്നാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ പേര് മാറ്റാം. നമ്മൾ ഇതിൽ ഓരോ വർക്ക്ഷീറ്റിൻ്റെയും പേര് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരണമെങ്കിൽ ഒരു പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്. ആദ്യം W ആസ് വർക്ക്ഷീറ്റ് എന്ന് പറഞ്ഞാൽ വർക്ക്ഷീറ്റ് എന്ന് പറയുന്ന ആ ഒബ്ജക്റ്റുകളാണ്. വർക്ക്ഷീറ്റ് എന്ന് പറയുന്നതിൽ ഷീറ്റ് 1 ഷീറ്റ് 2 ഷീറ്റ് 3 അങ്ങനെ ഒരുപാട് ഒബ്ജക്റ്റുകളുണ്ട്. ഓരോ ഒബ്ജക്റ്റിൻ്റെയും നെയിം നമുക്ക് റീനെയിം ചെയ്യാം. വർക്ക്ഷീറ്റുകളുടെ പേര് ഷീറ്റ് 1 ഷീറ്റ് 2 എന്നൊക്കെ ഡീഫോൾട്ട് വരുന്നുള്ളൂ. അത് നമുക്ക് പ്രിൻ്റ് ചെയ്ത് വരണം. അപ്പോൾ അതിന് ഫോർ ഈച്ച് WS വർക്ക്ഷീറ്റിന് WS എന്നുള്ള പേരാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ n കൊടുക്കണമെങ്കിൽ n കൊടുക്കാം. n ആസ് വർക്ക്ഷീറ്റ്. ഫോർ ഈച്ച് n അങ്ങനെ കൊടുക്കാം. ഇവിടെ WS ഇൻ വർക്ക്ഷീറ്റ്സ് വർക്ക്ഷീറ്റുകളിലത്തെ ഓരോ വർക്ക്ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ നെയിം WS.name എന്ന് പറഞ്ഞാൽ വർക്ക്ഷീറ്റിൻ്റെ നെയിം. വർക്ക്ഷീറ്റ് ഒരു ഒബ്ജക്റ്റാണ്. അപ്പോൾ അതിൻ്റെ നെയിം പ്രിൻ്റ് ചെയ്ത് വരാം. അതിൽ ഇമ്മീഡിയറ്റ് ഇന്ത്യയിൽ പ്രിൻ്റ് ചെയ്തു COPA ഷീറ്റ് 1 ഷീറ്റ് 2 ഷീറ്റ് 3 ആണ്. എത്ര വർക്ക്ഷീറ്റ് ഉണ്ട് ഒരു വർക്ക്ഷീറ്റും കൂടി ഉണ്ടെങ്കിൽ അതിൻ്റെയും കൂടി പേര് പ്രിൻ്റ് ചെയ്ത് നമുക്ക് ആ പേര് റിനെയിം ചെയ്ത് കഴിഞ്ഞാൽ ആ പേരുകളായിരിക്കും ഇവിടെ ഡിസ്പ്ലേ ചെയ്തത്. അപ്പോൾ ഫോർ ഈച്ച് എന്ന് പറയുന്നത് ഓരോ ലൂപ്പ് ത്രൂ എവരി ഒബ്ജക്റ്റ് ഇൻ എ സെറ്റ് ഓഫ് ഒബ്ജക്റ്റ്. സെറ്റ് ഓഫ് വർക്ക്ഷീറ്റ്സ് എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആണ്. വർക്ക്ഷീറ്റ് 1 ഷീറ്റ് 2 ഷീറ്റ് 3 അതിൽ ഓരോന്നിനും എടുക്കാൻ വേണ്ടി ഓരോന്നിനും കൂടെ ലൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓരോ ഒബ്ജക്റ്റിനും എടുത്തിട്ട് അതിൻ്റെ നെയിം പ്രിൻ്റ് ചെയ്യുകയും അതിനുള്ള ലൂപ്പാണ് ഫോർ ഈച്ച് ലൂപ്പാണ് ഇനി യൂസ് ചെയ്യുന്നത്. ദി എക്സിറ്റ് ഫോർ സ്റ്റേറ്റ്മെൻറ്റ്. If you need to end the loop, the for loop before the end condition is reached or met, simply use the exit or in conjunction with the if statement. നമുക്ക് ഇടയ്ക്ക് വെച്ച് പെട്ടെന്ന് ഫോർ ലൂപ്പിനെ എക്സിറ്റ് ചെയ്യണം. ഒരു ഫോർ ലൂപ്പ് 0 to 10 പ്രിൻ്റ് ചെയ്യാനാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. പക്ഷെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ ആകുമ്പോൾ നമുക്കത് എക്സിറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പം എൻ്റെ വാല്യൂ 5 ആകുമ്പോൾ എക്സിറ്റ് ചെയ്യണം. ആ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് അത് എക്സിറ്റ് കൊടുക്കാം. അതിനുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് എക്സിറ്റ് ഫോർ എന്ന് കൊടുക്കാം. അപ്പം ഫോർ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക. എക്സിറ്റ് കഴിഞ്ഞിട്ട് ഫോർ കൊടുത്ത് ഫോർ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻ ദി എക്സാമ്പിൾ ഗിവൺ ബിലോ വി എക്സിറ്റ് ദി ഫോർ ലൂപ്പ്
prematurely before the end condition is met. For example, given below, the loop exits when n reaches a value of 5. ഈ ലൂപ്പ് ശരിക്കും 0 to n 10 എന്ന് പറഞ്ഞാൽ എന്നിൻ്റെ വാല്യൂ 0 1 2 3 4 അങ്ങനെ 10 വരെ പ്രിന്റ് ചെയ്യണം. പക്ഷെ നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് ഇഫ് n ഇസ് ഈക്വൽ ടു 5 ആണെങ്കിൽ ദെൻ എക്സിറ്റ് 4 പറയുന്നുണ്ട്. അപ്പോൾ 5 ആകുമ്പോൾ 5 പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യും. പിന്നെ 6 7 അങ്ങനെയൊന്നും ഈ ലൂപ്പ് വർക്ക് ചെയ്യില്ല, അത്രയും പ്രാവശ്യം വർക്ക് ചെയ്യില്ല, എക്സിറ്റ് ചെയ്യും. നെക്സ്റ്റ് do until loop. The do until loop repeats a statement or group of statements until a condition is met. There are two ways a do until loop can be used. The test condition before executing code in the loop. Execute the code in the loop and then test for the condition. രണ്ട് തരത്തിൽ നമുക്ക് ഡു അൺടിൽ ലൂപ്പ് യൂസ് ചെയ്യാം. നമുക്കൊരു ടെസ്റ്റ് കണ്ടീഷൻ, അതായത് ഇപ്പോൾ ഫോർ ലൂപ്പ് ചെയ്തപ്പോഴും അവിടെ ഫോർ എന്നിൻ്റെ വാല്യൂ 1 തുടങ്ങി 10 വരെ ഓരോ പ്രാവശ്യം എന്നിൻ്റെ വാല്യൂ 10 ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് 10 ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ ലൂപ്പ് വർക്ക് ചെയ്യില്ല, 10 ആവുന്നവരെ തന്നെ ചെയ്യുന്നത്. അത് തന്നെ ഇവിടെയും നമുക്ക് ഈ ടെസ്റ്റ് കണ്ടീഷൻ ലൂപ്പിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുന്നേ നോക്കാം. അതല്ലെങ്കിൽ ലൂപ്പിൽ ഒരു പ്രാവശ്യം ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് ചെക്ക് ചെയ്യാം. അങ്ങനെ രണ്ട് തരത്തിലാണ് ഡു അൺടിൽ ലൂപ്പ് ഉള്ളത്. ഫസ്റ്റ് ഇവിടെ ഡു അൺടിൽ n ഇസ് ഈക്വൽ ടു 10. അപ്പോൾ നമ്മൾ ആദ്യം എന്നിൻ്റെ വാല്യൂ 1 എന്നുള്ള വാല്യൂ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ലൂപ്പിലേക്ക് കിടക്കുമ്പോൾ തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യും എന്നിൻ്റെ വാല്യൂ 10 ആണോ. അപ്പോൾ 10 ആണെങ്കിൽ അൺടിൽ 10 ആവുന്ന വരെ ഇത് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത് ചെയ്യാം. എന്നിൻ്റെ വാല്യൂ ഇപ്പോൾ 1 അല്ലേ, അപ്പോൾ ഡീബഗ് ഡോട്ട് പ്രിൻറ്റ് n പ്രിന്റ് ചെയ്യും, 1 പ്രിന്റ് ചെയ്യും. എന്നിൻ്റെ വാല്യൂ n ഇസ് ഈക്വൽ ടു n പ്ലസ് എന്ന് പറയുമ്പോൾ എന്നിൻ്റെ വാല്യൂ ഒന്ന് കൂടും. ലൂപ്പ് എന്ന് കൊടുക്കുമ്പോൾ ആ ലൂപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് പോകും. ഡു അൺടിൽ n ഇസ് ഈക്വൽ ടു 10 അല്ലേ കണ്ടീഷൻ. ഇപ്പോഴും 10 ആയിട്ടില്ല എന്നിൻ്റെ വാല്യൂ എത്രയാണ്, 1 2 ആയിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും ഈ ലൂപ്പ് വർക്ക് ചെയ്യും. അപ് ടു എന്നിൻ്റെ വാല്യൂ 10 ആവുന്നത് വരെ ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. അത് നമുക്ക് നോക്കാം പ്രോഗ്രാം. Do until n is equal to 1, do until n is equal to 10, debug dot print n is equal to 1 loop. ഇത് 1 to 9 വരെ പ്രിന്റ് ചെയ്യും. എന്നിൻ്റെ വാല്യൂ 10 ആയിക്കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യില്ല. നമുക്ക് F8 പ്രസ് ചെയ്തിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള എക്സിക്യൂഷൻ നോക്കാം. ഡു അപ്പം എന്നിൻ്റെ വാല്യൂ എത്രയാണ്, 1 ആണ്. അപ്പോൾ 10 ആയിട്ടില്ലല്ലോ, അപ്പോൾ അത് പ്രിന്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പം എന്നിൻ്റെ വാല്യൂ 2 ആയി. ഇങ്ങോട്ട് വീണ്ടും ലൂപ്പ് എന്ന് പറയുമ്പോൾ ലൂപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് വന്നു. എന്നിൻ്റെ വാല്യൂ 2. ഇപ്പോൾ 10 ആയിട്ടില്ല, വീണ്ടും ഇത് എക്സിക്യൂട്ട് ചെയ്യും. ലൂപ്പ് ഇപ്പം എന്നിൻ്റെ വാല്യൂ 3 ആയി. ചെക്ക് ചെയ്യുമ്പോഴേ എന്നിൻ്റെ വാല്യൂ 3 ആയിട്ടുള്ളൂ, 10 അല്ല. 10 ആകുമ്പോഴാണ് ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക. അങ്ങനെ ഇത് എന്നിൻ്റെ വാല്യൂ ഓരോന്നും ഇവിടെ പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം 9 ആയി, 8 ആയി. നെക്സ്റ്റ് എന്നിൻ്റെ വാല്യൂ ഇപ്പം 10 ആയി. എന്നിൻ്റെ വാല്യൂ ഇപ്പോൾ 10 ആണ്. സോറി 9 ആണ്. 9 എന്നുള്ള വാല്യൂ പ്രിൻ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് n is 10 plus 1 പറയുമ്പോൾ ഇവിടെ എന്നിൻ്റെ വാല്യൂ 10 ആയി. പക്ഷേ ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ എന്നിൻ്റെ വാല്യൂ 10 ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ലൂപ്പിനുള്ളിലേക്ക് കടക്കില്ല, ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരും. അപ്പോൾ പിന്നെ എന്നിൻ്റെ വാല്യൂ 10 എന്നുള്ളത് പ്രിൻ്റ് ചെയ്യില്ല, എക്സിറ്റ് ചെയ്തു. ഡു ലൂപ്പ് അൺടിൽ. അടുത്തത് ഡു ലൂപ്പ് അൺടിൽ എന്നുള്ള ലൂപ്പാണ്. In this example, the code in the loop is executed at least once before testing the condition. ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുക, ലൂപ്പ് എക്സിറ്റ് ചെയ്യാനുള്ള എത്ര പ്രാവശ്യം ലൂപ്പ് ചെയ്യണം എന്നുള്ള ആ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യണത്. ഈ ലൂപ്പിൽ അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യം ആ ലൂപ്പിൽ പറഞ്ഞ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. അതിന് ശേഷമാണ് കണ്ടീഷൻ ചെക്കിങ് ഉള്ളത്. If the condition is true, the looping stops, else the loop is executed again. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യും, അല്ലെങ്കിൽ വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും.
അപ്പോൾ താഴെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് n is equal to 1 do debug dot print n is equal to n plus 1 loop until n is equal to 10. നമ്മളിവിടെ എന്നിൻ്റെ വാല്യൂ 1 കൊടുക്കുന്നു, അത് 1 പ്രിൻറ്റ് ചെയ്തു. നെക്സ്റ്റ് n is equal to n plus 1 എന്ന് പറയുമ്പോൾ ഒന്ന് കൂടുന്നു, അപ്പോൾ 2 ആയി. എന്നിട്ട് എന്നിൻ്റെ വാല്യൂ 10 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. 10 ആണെങ്കിൽ എക്സിറ്റ് ചെയ്യും, അല്ലെങ്കിൽ വീണ്ടും ലൂപ്പ് വർക്ക് ചെയ്യും. ഇവിടെ നമ്മൾ കണ്ടീഷൻ എന്നിൻ്റെ വാല്യൂ 10 ആണോ എന്ന് ചെക്ക് ചെയ്യണത് മീൻസ് നമ്മൾ എന്നിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്തതിന് ശേഷമാണ്, ലൂപ്പിലുള്ള അത് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം. ഇപ്പം എന്നിൻ്റെ വാല്യൂ ഫസ്റ്റ് ഇനീഷ്യലി 10 ആയിരുന്നെങ്കിൽ പോലും നമ്മളിത് പ്രിൻറ്റ് ചെയ്യുമായിരുന്നു. എന്നിൻ്റെ വാല്യൂ എന്ത് തന്നെ ആയാലും കണ്ടീഷൻ ചെക്ക് ചെയ്യാതെ തന്നെ ലൂപ്പിനുള്ളിലുള്ളത് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. പക്ഷെ ഡു അൺടിൽ ലൂപ്പിൽ അങ്ങനെയല്ല, ലൂപ്പിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുന്നേ തന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. അതിലായിരുന്നെങ്കിൽ നമ്മൾ എന്നിൻ്റെ വാല്യൂ ആദ്യം തന്നെ 10 കൊടുത്തിരുന്നെങ്കിൽ ആ വാല്യൂ ചെക്ക് ചെയ്യും. ഡു അൺടിൽ n is equal to 10. അപ്പോൾ 10 ആണ്, അപ്പോൾ പിന്നെ ഇതിൽ ചെയ്യേണ്ട, കണ്ടീഷൻ ട്രൂ ആയി, പിന്നെ അതിൽ എക്സിറ്റ് ചെയ്തു. ഫോൾസ് ആണെങ്കിൽ മാത്രമേ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. കണ്ടീഷൻ ട്രൂ ആയിക്കഴിഞ്ഞാൽ കണ്ടീഷൻ ട്രൂ ആവുന്നത് വരെ അത് ചെയ്യാൻ പറയുന്നത്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ പിന്നെ അത് ചെയ്യില്ല. ഇപ്പോൾ ഡു അൺടിൽ ലൂപ്പും ഡു ലൂപ്പ് അൺടിൽ തമ്മിലുള്ള വ്യത്യാസം, ഡു അൺടിൽ ലൂപ്പിൽ ഫസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. നമ്മൾ പറഞ്ഞ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആ ലൂപ്പിലുള്ള കോഡൊന്നും വർക്ക് ചെയ്യില്ല, ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യും. പക്ഷെ ഡു ലൂപ്പ് അൺടിൽ ഫസ്റ്റ് അറ്റ്ലീസ്റ്റ് വൺസ് ആ കോഡ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യണത്. അതിന് വാല്യൂ എന്ത് തന്നെ ആയാലും ലൂപ്പിലുള്ള കോഡുകൾ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമാണ് ലൂപ്പിൻ്റെ എൻഡിങ്ങിലാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഇതാണ് ഡു അൺടിൽ ലൂപ്പിൽ ഡു ലൂപ്പ് അൺടിലിൻ്റെ ഡിഫറൻസ്. ഡു ലൂപ്പ് അൺടിൽ repeats a statements or group of statement until the condition is met. Like the do until loop, a do while loop can also be used in two ways. ഈ do until loop പോലെ തന്നെയാണ് do while loop. അതും രണ്ട് തരത്തിൽ നമുക്ക് യൂസ് ചെയ്യാം. Test the condition before executing the code in the loop. Execute the code in the loop and then test the condition. സെയിം ഡു അൺടിൽ ലൂപ്പിൽ പറഞ്ഞതുപോലെ തന്നെ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നതിനേക്കാൾ മുന്നേ നമുക്ക് ടെസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ലൂപ്പ് വൺസ് അത് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ടെസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഡു വൈൽ ലൂപ്പ് ഇൻ ദിസ് എക്സാമ്പിൾ ദ കണ്ടീഷൻ, ഈ എക്സാമ്പിളിൽ നമ്മൾ എന്നുള്ള വേരിയബിൾ അല്ല NUM എന്നാണ് വേരിയബിളിൻ്റെ നമ്പർ എന്നുള്ളതിൽ അങ്ങനെ കൊടുത്തു എന്നുള്ളൂ. എന്ന് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും ഒരു വേരിയബിൾ നെയിം കൊടുക്കുന്നു. num less than 10 is checked before entering the loop. ലൂപ്പിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മളിവിടെ കൊടുത്ത കണ്ടീഷൻ എന്താ, num less than 10 ആണെങ്കിൽ അത് ചെക്ക് ചെയ്യുന്നു. ഓൺലി if the condition is met the code in the loop is executed, otherwise it is skipped entirely. ഈ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ num is equal to 1 കൊടുക്കുന്നുണ്ട്. do while num less than 10, numന്റെ വാല്യൂ 10നേക്കാളും ചെറുതാണെങ്കിൽ 1 എന്നുള്ളത് 10നേക്കാളും ചെറുതാണ്. അപ്പം ഈ കണ്ടീഷൻ debug dot print num എന്നുള്ളത് പ്രിന്റ് ചെയ്യും, 1 എന്നുള്ളത് പ്രിന്റ് ചെയ്യും. കഴിഞ്ഞ് വാല്യൂ ഒന്ന് കൂടുക, n is equal to num is equal to num plus 1 എന്ന് പറഞ്ഞാൽ അതിലെ വാല്യൂ ഒന്ന് കൂടും, 1 2 ആവും. സെയിം തന്നെ 1 to 9 വരെ ഇത് പ്രിന്റ് ചെയ്യും, ലെസ് ദാൻ 10 അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മിൻ്റെ വാല്യൂ 9 വരെ പ്രിന്റ് ചെയ്യും. അപ്പോൾ 10 ആകുമ്പോൾ ലെസ് ദാൻ 10 അല്ലല്ലോ, ലെസ് ദാൻ ഒരു ഈക്വൽ ടു എന്നും കൂടി കൊടുത്താൽ 10 പ്രിന്റ് ചെയ്യും. അപ്പോൾ ഡു വൈൽ ലൂപ്പിലേക്ക് എൻ്റർ ചെയ്യണേക്കാളും മുന്നേ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, പ്രിന്റ് ചെയ്യുന്നു. ഓരോ പ്രാവശ്യവും കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് എപ്പോഴാണ് കണ്ടീഷൻ ട്രൂ ആവുന്നത് അപ്പോൾ അത് എക്സിറ്റ് ചെയ്യും ലൂപ്പിൽ നിന്ന്. സോറി, എപ്പോൾ കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ നം ലെസ് ദാൻ 10 ആയിരിക്കുന്നിടത്തോളം കാലം, ട്രൂ ആയിരിക്കുന്ന അത്രയും അത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പം നമ്മിൻ്റെ വാല്യൂ 10 ആവുമ്പോൾ 10 ലെസ് ദാൻ 10 അല്ലല്ലോ, ഫോൾസ് ആയില്ല, അപ്പോൾ ഇതിന് എക്സിറ്റ് ചെയ്യും. Do loop while. In do loop while, a set of statements in the loop are executed once
then the condition is checked. The code in the loop is executed only if the condition is met. ഇതിലും എന്നുള്ള വേരിയബിൾ തന്നെ അതിൽ 1 എന്നുള്ള വാല്യൂ കൊടുത്തിട്ടുണ്ട്, അത് പ്രിന്റ് ചെയ്യുന്നു. നെക്സ്റ്റ് നം നമ്പർ +1 കൊടുക്കുക. അപ്പോൾ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തു, നമ്മിലെ വാല്യൂ 2 ആയി. എന്നിട്ട് ലൂപ്പ് വൈൽ n less than 10, എന്നുള്ള വേരിയബിളിലെ വാല്യൂ 10നേക്കാളും ചെറുതാണോ നോക്കി. അപ്പോൾ 2 ചെറുതാണ്, അപ്പോൾ ആണ് ട്രൂ. വീണ്ടും അത് എക്സിക്യൂട്ട് ചെയ്യുന്നു വാല്യൂ അപ് ടു 9 വരെ പ്രിന്റ് ചെയ്യും. 10 ആകുമ്പോൾ 10നേക്കാളും ചെറുതല്ലല്ലോ. 10 കൂടെ നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 കൂടെ കൊടുക്കണം. ഇവിടെ നമ്മളിൽ ഇതേപോലെ തന്നെ നമ്മിൻ്റെ വാല്യൂ എത്ര തന്നെ ആയാലും ഫസ്റ്റ് ടൈം പ്രിന്റ് ചെയ്യും. ആ ലൂപ്പിലുള്ളത് എന്താണ് പറഞ്ഞാൽ അതൊക്കെ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുള്ളൂ. ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ലൂപ്പ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ കാണിക്കുന്നതാണ്. ലൂപ്പിലേക്ക് കിടക്കുന്നതിന് മുന്നുള്ള പ്രീവിയസ് കോഡ് എക്സിക്യൂട്ട് ചെയ്യും, കഴിഞ്ഞ് ലൂപ്പ് കോഡ് എക്സിക്യൂട്ട് ചെയ്യും, കഴിഞ്ഞ് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. നം ലെസ് ദാൻ 10 കൊടുത്തില്ലേ, n ലെസ് ദാൻ 10 ഒക്കെ കൊടുത്ത പോലെ ആ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ആ കണ്ടീഷൻ ചെക്ക് ചെയ്തതിന് ശേഷം അത് നോ ആണെന്ന് വെച്ചാൽ വീണ്ടും അത് ലൂപ്പ് കോഡ് എക്സിക്യൂട്ട് ചെയ്യും. യെസ് ആയി കഴിഞ്ഞാൽ എക്സിറ്റ് കണ്ടീഷൻ ആയോ എന്ന് ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. കോമൺ ആയിട്ടാണ് ഈ ഫ്ലോചാർട്ട് പറയുന്നത്. ഒരു ലൂപ്പിൽ നിന്ന് ലൂപ്പ് വീണ്ടും എക്സിറ്റ് ചെയ്യാറായോ എന്ന് ചെക്ക് ചെയ്യും. ആണെങ്കിൽ അടുത്ത കോഡിലേക്ക് വരും. എക്സിറ്റ് ആയിട്ടില്ലെങ്കിൽ വീണ്ടും ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ജസ്റ്റ് ഒരു ഫ്ലോചാർട്ട് എല്ലാ ലൂപ്പുകൾക്കും കോമൺ ആയിട്ട് തന്നെ കൊടുക്കുന്നുള്ളൂ. The while went loop. The while went loop execute a series of statements as long as a given condition is true. The loop ആണ് while went. Example, dim c as integer. c എന്നുള്ള വേരിയബിൾ 1 കൊടുത്തിട്ടുണ്ട്. while c less than 5 debug dot print c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിയുടെ വാല്യൂ 5നേക്കാളും ചെറുതാണെങ്കിൽ പ്രിന്റ് ചെയ്യാം. 1 പ്രിന്റ് ചെയ്തു. സെയിം തന്നെ c എന്നുള്ള വേരിയബിളിൽ ഒന്നും കൂടി went പറഞ്ഞാൽ വീണ്ടും ലൂപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് വരുന്നു. സിയുടെ വാല്യൂ ലെസ് ദാൻ 5 ആണോ നോക്കും. 2 അല്ലായിട്ടുള്ളൂ. വീണ്ടും ഇത് എക്സിക്യൂട്ട് ചെയ്യും. സെയിം ഇതിൽ തന്നെ 1 to 4 വരെ പ്രിന്റ് ചെയ്യുള്ളൂ. 5 എന്ന് പറയുന്നത് ലെസ് ദാൻ 5 അല്ലല്ലോ. അപ്പം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 കൂടി കൊടുത്താൽ 5 പ്രിന്റ് ചെയ്യും. 1 to 4 വരെ പ്രിന്റ് ചെയ്യും. വൈൽ വെന്റ് എന്ന് പറഞ്ഞിട്ടൊരു ലൂപ്പും കൂടി ഉണ്ട്. വൈൽ ലൂപ്പിൽ the exit statement. The exit statement exits a procedure or block and transfer control immediately to the statement following the procedure or the block definition. It may be in the form of exit 2, exit 4, exit while, exit select, etc. depending on where it is being used. Here, an example of an exit statement is as follows. Exit statement നമ്മൾ ഫോർ ലൂപ്പിന് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി എഴുതിയിരുന്നു. എക്സിറ്റ് ഫോർ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ ഒരു ലൂപ്പിൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു പ്രൊസീജിയറെന്നോ ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നോ നമ്മുടെ കൺട്രോൾ പെട്ടെന്ന് എക്സിറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ആ ലൂപ്പ് നമ്മൾ വർക്ക് ചെയ്യണമെന്ന് നോക്കിയിരുന്നല്ലോ. ഇങ്ങനെ 10 ടൈംസ് ചെയ്യണമെങ്കിൽ ആ കൺട്രോൾ ഇങ്ങനെ മുകളിലേക്ക് വീണ്ടും പോകും. അങ്ങനെ 10 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യും. അതിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് എക്സിറ്റ് ചെയ്യണമെങ്കിൽ ഫോർ ലൂപ്പ് ആണെങ്കിൽ എക്സിറ്റ് ഫോർ യൂസ് ചെയ്യും. ഡു ലൂപ്പാണെങ്കിൽ എക്സിറ്റ് ഡു, എക്സിറ്റ് വൈൽ ലൂപ്പാണെങ്കിൽ എക്സിറ്റ് വൈൽ. പിന്നെ സെലക്ട് കേസ് ഉണ്ട്. മൾട്ടിപ്പിൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് പോലെ ഒരുപാട് ഇഫ് വയ്ക്കുന്നതിന് പകരം നമുക്ക് സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്നും എക്സിറ്റ് സെലക്ട് കൊടുക്കാം. അങ്ങനെ എവിടെയാണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് എക്സിറ്റ് ഡുവോ എക്സിറ്റ് ഫോറോ യൂസ് ചെയ്യാം. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. കൗണ്ട് എന്നുള്ള വേരിയബിൾ ആദ്യം വാല്യൂ 0 ആണ്. ഡു വൈൽ ട്രൂ എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ ഇവിടെ നമ്മളിപ്പോൾ അല്ലെങ്കിൽ കൗണ്ട് ലെസ് ദാൻ 0 എന്നോ നം ലെസ് ദാൻ 0 അങ്ങനെയൊന്നുമില്ല. ഒരു വേരിയബിളിൽ വാല്യൂ 0 വെച്ചിട്ടുണ്ട്. ഡു വൈൽ ട്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷൻ എപ്പോഴും ട്രൂ ആണ്. ഒരിക്കലും ഇത് ഫോൾസ് ആവില്ല ട്രൂ എന്നുള്ള ഇത് വാക്ക്. ഈ ലൂപ്പ് ഇങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് വർക്ക് ചെയ്യും, സ്റ്റോപ്പ് ആവില്ല.
നമുക്കൊരു കണ്ടീഷൻ വെച്ചിട്ട് ഈ ഡു ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം. ഇപ്പം ഇതിൽ ഡു വൈൽ ട്രൂ കൗണ്ട് ഇസ് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1. അപ്പോൾ 0 എന്നുള്ള വാല്യൂ മാറി 1 ആയി. ഡീബഗ് ഡോട്ട് പ്രിന്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ 1 എന്നുള്ളത് പ്രിന്റ് ചെയ്തു. ഇഫ് കൗണ്ട് ഇസ് ഈക്വൽ ടു 5 ദെൻ ഡീബഗ് ഡോട്ട് പ്രിന്റ് സ്റ്റോപ്പ് അറ്റ് 5. അപ്പോൾ കൗണ്ടിൻ്റെ വാല്യൂ 5 ആകുമ്പോൾ ഇപ്പോൾ 1 ആയിട്ടുള്ളൂ കൗണ്ടിൻ്റെ വാല്യൂ. അത് 5 ആകുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് അറ്റ് 5 എന്ന് ഡിസ്പ്ലേ ചെയ്തിട്ട് എക്സിറ്റ് ഡു വെച്ചാൽ ഡു ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യണം. ലൂപ്പ് ഇങ്ങനെ ഒരു കണ്ടീഷൻ നമ്മൾ ഇഫ് കൗണ്ട് ഇസ് ഈക്വൽ ടു 5 ദെൻ സ്റ്റോപ്പ് കൊടുത്തില്ലെങ്കിൽ ഈ ലൂപ്പ് ഇൻഫിനിറ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഒരിക്കലും എക്സിറ്റ് ചെയ്യില്ല. 1 2 3 4 5 ഇങ്ങനെ പ്രിന്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ വൈയിൽ എന്നുള്ളടത്ത് നമ്മൾ ട്രൂ എന്നാ കൊടുത്തിരിക്കും, എപ്പോഴും ആ കണ്ടീഷൻ ട്രൂ ആയിരിക്കും. ഇവിടെ നമ്മൾ കൗണ്ട് ലെസ് ദാൻ 100 എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഒരു വാല്യൂ എത്തുമ്പോൾ കൗണ്ടിൻ്റെ വാല്യൂ 100 ആകുമ്പോൾ അത് നിൽക്കും. പക്ഷെ ഇത് ഇൻഫിനിറ്റ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. അതിനകത്ത് നമ്മൾ കൗണ്ട് ഇസ് ഈക്വൽ ടു 5 എന്ന് കൊടുക്കുമ്പോൾ കൗണ്ടിൻ്റെ വേരിയബിൾ 5 ആകുമ്പോൾ ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക. അതിനാണ് എക്സിറ്റ് ഡു കൊടുക്കുന്നത്. ഡു ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി. ഫോർ ലൂപ്പ് ആണെങ്കിൽ എക്സിറ്റ് 4 കൊടുക്കും. വൈൽ ലൂപ്പ് ആണെങ്കിൽ എക്സിറ്റ് 5 കൊടുക്കും. ഇതാണ് എക്സിറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. നമ്മളിതിൽ ലൂപ്പുകളിൽ നിന്ന് ഡു ലൂപ്പ്, ഫോർ ലൂപ്പ് അതെല്ലാം പഠിച്ചു. എക്സിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക്സ്.